എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. ആത്മനമസ്കാരം. 6ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ 1ാം അധ്യായമായ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന പാഠഭാഗത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ദിവസവും ആഹാരം കഴിക്കുന്നു. എന്തിനാണ് നമ്മൾ ഈ ആഹാരം കഴിക്കുന്നത്? നമ്മൾ പഠിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, കളിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിവിധമായ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ബൗദ്ധികമായ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, ശാരീരികമായ പ്രവർത്തികൾ ചെയ്യുന്നു. ബൗദ്ധികമായ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ, അതായത് നമ്മൾ പാഠഭാഗം പഠിക്കുന്നു, വായിക്കുന്നു, പാട്ട് പാടുന്നു, ഇതെല്ലാം ബൗദ്ധികമായ പ്രവർത്തികളാണ്. ഇനി നമ്മൾ ഓടുന്നു, ചാടുന്നു, കളിക്കുന്നു, ഇതൊക്കെ ശാരീരികമായ പ്രവർത്തികളാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ പ്രവർത്തികൾ ചെയ്യാൻ നമുക്കൊരു ഊർജം വേണം. ഈ ഊർജം, നമ്മൾ ആഹാരം കഴിക്കാതെ ഇപ്പോൾ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ആഹാരമൊക്കെ കുറച്ച് കിടക്കുമ്പോൾ നമുക്കൊരു ക്ഷീണമായിരിക്കും. അപ്പൊ നമുക്ക് ഒരു ശക്തിയോടെ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമുക്ക് ഊർജം വേണം. ആ ഊർജത്തിനായിട്ടാണ് നമ്മൾ എന്തോന്ന് കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഊർജത്തിന് മാത്രം ആയിട്ടല്ല, നമ്മുടെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും, അതായത് നമ്മൾ കാണുന്നു എന്ന് പറയുന്ന ആ ഒരു ഇതിൽ തന്നെ നമുക്ക് എത്രയോ വൈറ്റമിൻസ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതിനുള്ള ഹോർമോൺസ്, എൻസൈംസ്, കെമിക്കൽസ് എല്ലാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് വൈറ്റമിൻസ് ആവശ്യമാണ്. അതേപോലെ തന്നെ ഒരുപാട് തരം കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ, ബയോ കെമിക്കൽസ്, രാസപദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം ശരിയായ രീതിയിൽ, സാധാരണയായ രീതിയിൽ, സന്തുലിതമായ രീതിയിൽ നമ്മുടെ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് രാസപദാർത്ഥങ്ങൾ വേണം. ഈ രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ വൈവിധ്യപൂർണമായ ഭക്ഷണം കഴിക്കണം. ഒരേ തരത്തിലുള്ള ഭക്ഷണം മാത്രമല്ല, വൈവിധ്യപൂർണമായ ഭക്ഷണം കഴിക്കണം. നമുക്ക് പ്രധാനമായിട്ടും ഒരു 4-5 തരം പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അതല്ലാതെ ചെറിയ അളവിലും വലിയ അളവിലും 2-3 തരം പദാർത്ഥങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പദാർത്ഥങ്ങൾ, അതായത് വൈറ്റമിൻസും മറ്റ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ അളവിൽ വേണ്ട പോഷകങ്ങൾ, വലിയ അളവിൽ വേണ്ട പോഷകങ്ങൾ, ഇതൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൽ ആദ്യം കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പലതരം ഭക്ഷ്യപദാർത്ഥങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ധാന്യങ്ങളാണ് കുറച്ച് കൂടുതൽ അളവിൽ. അതായത് നമ്മൾ ചോറൊക്കെ കഴിച്ചാലാണ് നമുക്ക് കുറച്ച് നല്ല ഊർജം കിട്ടുക. അപ്പൊ അങ്ങനെയുള്ള ധാന്യങ്ങളാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വളരെ ചെറിയ അളവിൽ വേണ്ട മൈക്രോ ന്യൂട്രിയൻസ്, അതായത് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമാണ് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് കിട്ടുന്നത്. ഈ പഴങ്ങളിലും പച്ചക്കറികളിലും വലുതായിട്ട് ആവശ്യമുള്ള ധാന്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ധാന്യങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ളത് ധാന്യങ്ങളിലാണ്. പിന്നെ പഴങ്ങൾ, പച്ചക്കറികൾ, നമുക്ക് വൈറ്റമിൻസ് ഒക്കെ കിട്ടാൻ പഴങ്ങളും പച്ചക്കറികളും വേണം. പിന്നെ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന നമ്മൾ വളർന്ന് പൊക്കമൊക്കെ വെച്ച് വലുതായി ഗ്രോ ചെയ്യുന്നുണ്ട്. ആ വളർച്ചയ്ക്ക് നമുക്ക് കൂടുതലായിട്ട് ആവശ്യം പ്രോട്ടീൻസ് ആണ്. മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻസ് ആണ് അത് കൂടുതലായിട്ടുള്ളത് പയറ് വർഗ്ഗങ്ങളിലാണ്. പിന്നെ ഇലക്കറികളിലും വൈറ്റമിൻസും മിനറൽസും ആണ് കൂടുതലായിട്ടുള്ളത്. പൊട്ടാഷ്യം, ഇതേപോലെ മഗ്നീഷ്യം പോലെ നമ്മുടെ ശരീരത്തിന്, മാംഗനീസ്, ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ചില
മിനറൽസ് ഒക്കെ കൂടുതലുള്ളത് പഴങ്ങളിലും പച്ചക്കറികളിലും ഇലക്കറികളിലുമാണ്. ധാന്യകങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ളത് ധാന്യങ്ങളാണ്. അരി, ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങളിലാണ്. പിന്നെ നമുക്ക് ആവശ്യമായ നമ്മുടെ വളർച്ചയ്ക്ക് പൊക്കം വയ്ക്കാനൊക്കെ ആവശ്യമായ എല്ലുകളുടെയൊക്കെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻസ് അല്ലെങ്കിൽ മാംസ്യമുള്ളത് പയറുവർഗ്ഗങ്ങൾ. അപ്പം നമ്മൾ കഴിക്കുന്ന ഈ സാധനങ്ങളാണ് ആ ചിത്രങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്നത് ധാന്യങ്ങളാണ്, അതിൽ നിന്ന് നമുക്ക് ധാന്യകങ്ങൾ കിട്ടുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ പഴങ്ങളാണുള്ളത്. മൂന്നാമത്തെ ചിത്രത്തിലെ പച്ചക്കറികള്, നാലാമത്തെ ചിത്രത്തില് പയറുവർഗ്ഗങ്ങള്, അഞ്ചാമത്തെ ചിത്രത്തില് ഇലക്കറികളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഉൾപ്പെട്ട ഒരു ഭക്ഷണങ്ങളാണ് നമ്മൾ 3 നേരവും കഴിക്കുന്നത്, രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും. അപ്പോൾ ഇതെല്ലാം, അതായത് ധാന്യകങ്ങളും പഴങ്ങളും പച്ചക്കറികളും, അതായത് ധാന്യകം, മാംസ്യം, വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ് അതായത് കൊഴുപ്പ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ ഓരോ നേരവും കഴിക്കുന്നത്. അതായത് ചോറ് മാത്രം കഴിച്ചാൽ പോരാ, ചോറിൻ്റെ കൂടെ പച്ചക്കറികളും പ്രോട്ടീനും ഒക്കെ കഴിക്കണം. അപ്പൊ രാവിലെ നമ്മൾ രാവിലെ സാധാരണയായി കഴിക്കുന്ന ഒരു മെനു ആണ് കൊടുത്തിട്ടുള്ളത്: ഇഡ്ഡലി, സാമ്പാർ, പാല്. അപ്പൊ ഇഡ്ഡലിയിൽ കൂടുതലായിട്ടും ധാന്യകങ്ങളാണുള്ളത്. അതിൽ നിന്ന് നമുക്ക് ധാന്യങ്ങൾ, അതായത് ഉഴുന്ന്, അരി. അപ്പൊ അരിയിൽ നിന്ന് ധാന്യകവും ഉഴുന്നിലും ലേശം പ്രോട്ടീൻ ഉണ്ട്, അപ്പം അത് ചേർന്നതാണ് ഇഡ്ഡലി. സാമ്പാർ ആണെങ്കിലോ നമ്മൾ പച്ചക്കറികൾ ചേർത്താണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. പച്ചക്കറികളും പരിപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പൊ പരിപ്പില് നമുക്ക് ആവശ്യമായ പ്രോട്ടീൻ കിട്ടും, വൈറ്റമിൻസ് നമുക്ക് പച്ചക്കറികളിൽ നിന്ന് കിട്ടും. ഇനി പാലാണെങ്കിൽ പാലൻ നമ്മുടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡാണ്. പാലില് നമുക്ക് ആവശ്യമായ ഒരുപാട് സാധനങ്ങൾ പാലിലുണ്ട്. മെയിനായിട്ടും പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. പ്രോട്ടീനും ഫാറ്റും ഒക്കെ നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഫാറ്റും ആവശ്യമാണ്. കാരണം ചില വൈറ്റമിൻസ് ഒക്കെ ഫാറ്റിൽ മാത്രമേ അലിയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഫാറ്റ് ദിവസവും വേണം. അപ്പോൾ ഫാറ്റും പ്രോട്ടീനും ഒക്കെ അധികമായിട്ടുള്ള കുട്ടികൾ ആവശ്യം കഴിച്ചിരിക്കേണ്ട ഒരു ഭക്ഷണ പദാർത്ഥമാണ് പാല്. അപ്പൊ നമ്മൾ രാവിലെ കഴിക്കുമ്പോൾ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുമ്പോൾ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടും. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറിൽ നിന്ന് ധാന്യം കിട്ടും, പയറ് കറിയിൽ നിന്ന് പ്രോട്ടീൻ കിട്ടും, ചീരയിൽ നിന്ന് വൈറ്റമിൻസ്, മത്സ്യത്തിൽ നിന്ന് കൊഴുപ്പും പിന്നെ പ്രോട്ടീനും. ഇത്രയും ഇത് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം. ഇനി രാത്രിയാണെങ്കിലോ ചപ്പാത്തി. അപ്പൊ ചപ്പാത്തിയിൽ നിന്ന് ധാന്യം കിട്ടും, വെജിറ്റബിൾ കുറുമയിൽ നിന്ന് വൈറ്റമിൻസ് കിട്ടും, പിന്നെ പഴം കഴിക്കുന്നതിൽ നിന്ന് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടും. നമ്മുടെ ഏത്തമ്പഴത്തിലൊക്കെ മെഗ്നീഷ്യവും മാംഗനീസും ഒക്കെ ഉള്ളതാണ്. നമ്മുടെ പഴങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള മിനറൽസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ആഹാരത്തിലൂടെ നമുക്ക് ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം. നമ്മള് എന്താണോ കഴിക്കുന്നത് അതാണ് അതായത് നമ്മുടെ ആരോഗ്യം നല്ലതായിരിക്കണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം, നമ്മുടെ പ്രവർത്തികൾ നല്ല ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണം, നല്ല ആരോഗ്യകരമായ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണം, നല്ല ഭക്ഷണം കഴിക്കണം. അതേപോലെ നമ്മുടെ മെന്റൽ ആക്ടിവിറ്റീസും വളരെ നല്ലതായിരിക്കണം. ചെറിയ കുട്ടികൾക്കൊന്നും സ്ട്രെസ് വരേണ്ട കാര്യമില്ല. ഇപ്പൊ വലിയ ആളുകളാണെങ്കിൽ സ്ട്രെസ് ഒക്കെ ഉള്ള, അതായത് മെന്റൽ ആക്ടിവിറ്റിയും നന്നായിരുന്നാലേ നല്ല ഒരു ആരോഗ്യം എന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ടുള്ള ആരോഗ്യം പിന്നെ മെന്റൽ ആയിട്ടുള്ള ആരോഗ്യം, ഇത് രണ്ടും ചേർന്നാണ് നമുക്ക് ആരോഗ്യം. പിന്നെ നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ കുടുംബം സന്തോഷകരമായിട്ടിരുന്നാൽ മാത്രമേ നമ്മൾ ആരോഗ്യവാന്മാരായി ഇരിക്കുള്ളൂ. കാരണം കുടുംബവും ആരോഗ്യവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. നമ്മുടെ അമ്മയും അച്ഛനും നമ്മളൊക്കെ സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുക, നല്ല ആരോഗ്യമുള്ള ഭക്ഷണം എല്ലാവരും ഞാനിത് മാത്രമേ കഴിക്കുള്ളൂ, എനിക്ക് പഴങ്ങളും പച്ചക്കറികളും ഒന്നും വേണ്ട, അങ്ങനെ എല്ലാവരും എല്ലാ ഭക്ഷണവും സന്തോഷമായിട്ട് കഴിക്കുമ്പോഴാണ് ഒരു കുടുംബം ആരോഗ്യമുള്ളതായി മാറുക. സന്തോഷമായ പ്രവർത്തികളിലൂടെയാണ് ഒരു കുടുംബം ആരോഗ്യമുള്ളതായി മാറുന്നത്. ഓരോ കുടുംബങ്ങളും ആരോഗ്യമുള്ളതായിരിക്കുമ്പോഴാണ് ഒരു രാഷ്ട്രം ആരോഗ്യമുള്ള ഒരു രാഷ്ട്രം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമ്മൾ ലോകത്തിന് നല്ല മനുഷ്യന്മാരായി നമ്മൾ കൂടുതൽ ലോകത്തിന് വേണ്ടി
സേവനം ചെയ്യാൻ നല്ല ആരോഗ്യമുള്ള വ്യക്തികളായിരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആഹാരം ആരോഗ്യമുണ്ടാകാൻ വളരെ പ്രധാനമായ ഒരു ഘടകമാണ്. അപ്പോൾ ഇതാണ് ഈ പാഠത്തിന്റെ ഇൻട്രൊഡക്ഷൻ. നന്ദി, നമസ്കാരം.